നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? അതിനി അമേരിക്ക വരെയൊന്നും പോകണ്ട. ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം അതിരപ്പള്ളിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അതിരപ്പള്ളിയുടെ ഈ മനോഹരമായ വ്യൂ പോയിന്റ് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കുറച്ചധികം ഉള്ളിലേക്ക് നടന്നാൽ മാത്രമാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുക. അതിരപ്പള്ളി കാണാത്ത സൗത്ത് ഇന്ത്യൻസ് ഉണ്ടാവുമോ എന്ന് സംശയമാണ്. നേരിട്ടിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സിനിമകളിലേലും കണ്ടിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും. ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് വലിയ പോസ് ഇട്ട് നിന്നെങ്കിലും ഉപ്പിലിട്ട പൈനാപ്പിൾ വിടാൻ ബിമിക്ക് പറ്റിയില്ല. മെല്ലെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അവസാനം ദാ കാണുന്നു അതിരപ്പള്ളിയുടെ അറ്റം. ഏറ്റവും മുകൾ ഭാഗത്താണ് കേട്ടോ ആദ്യം നമ്മൾ കാണുക. അവിടുന്ന് ദാ കാണുന്ന റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് താഴത്തേക്ക് ഒരുപാട് ദൂരം ഒരു ട്രക്കിംഗ് പോലെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ അടിഭാഗമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഭാഗം നമുക്ക് കാണാൻ പറ്റുക. ബാഹുബലിയിലും എന്തിനേറെ ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയ ടോവിനോയുടെ ARM വരെ നിറഞ്ഞു നിന്ന അതിരപ്പള്ളിയുടെ വശ്യത അങ്ങനെ നമ്മുടെ കൺമുന്നിലേക്ക് എത്തി. നടന്നെത്തിയതിൻ്റെ ക്ഷീണം ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരുന്നു. അതിലേറെ ക്ഷീണം തിരിച്ചു നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴായിരുന്നു. എന്നാലും വെള്ളച്ചാട്ടം ഇങ്ങനെ മുമ്പിൽ എടുക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ അവിടെ വെച്ചു. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞ് നിലത്തെത്തുന്ന ഞാൻ വിചാരിച്ചേ. എന്നാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവസാനം കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ മുകളിലേക്ക് തന്നെ തിരിച്ചു നടന്നു. മുകളിലേക്ക് തിരിച്ചു നടന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് മുകളിലേക്ക് എത്തിയത്. എന്നാലും മുകളിലും ഇത്തരത്തിൽ അതിരപ്പള്ളിയുടെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആവേശം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ വ്യൂവും ആസ്വദിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത യാത്രാ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.